ഹലോ എവരിവൺ, എല്ലാവർക്കും നമസ്കാരം. ഇന്നത്തെ ക്ലാസ്സിലേക്ക് എല്ലാവർക്കും സ്വാഗതം. ഇന്ന് എടുക്കാൻ പോകുന്നത് ഗംഗാ നദിയുടെ ബാക്കി ഭാഗമാണ്, പാർട്ട് 2 ആണ്, പോഷക നദികൾ. അപ്പോൾ കുറച്ചൊരു ചൊറപിടിച്ച ഭാഗമാണ്, പക്ഷെ നമുക്ക് വളരെ ലളിതമായിട്ട് കോഡുകളൊക്കെ വെച്ചിട്ട് ഒന്ന് പോവാട്ടോ. അപ്പോൾ ക്ലാസ്സിലേക്ക് എല്ലാവരെയും ക്ഷണിക്കുകയാണ്. ക്ലാസ്സിലേക്ക് കിടക്കാം. ഗംഗയുടെ പോഷക നദികൾ. ആദ്യത്തേത് യമുന. ഞാനൊന്ന് വായിക്കാം, ശ്രദ്ധിക്കുക. യമുനയുടെ ഉത്ഭവം യമുനോത്രി ഹിമാനിയിലാണ്. ഗംഗയുടെ ഏറ്റവും വലിയ പോഷക നദിയാണ് യമുന. പുരാതന കാലത്ത് കാളിന്തി എന്നാണ് അറിയപ്പെട്ടിട്ടുണ്ടായിരുന്നത്. കടലിൽ നേരിട്ട് പതിക്കാതെ നദികളിൽ വച്ച് ഏറ്റവും വലിയ നദിയാണ്. പോഷക നദികൾ, അതായത് യമുനയുടെ പോഷക നദികളാണ് ചമ്പൽ, ഹിൻഡോൺ, ബേത്വ, കെൻ, ടോൺസ്. ഓക്കെ, യമുന നദീ തീരത്തെ പ്രധാന പട്ടണങ്ങളാണ് ആഗ്ര, ഡൽഹി, മധുര, ഇട്ടാവ. താജ്മഹലിന്റെ മുന്നിലൂടെ ഒഴുകുന്ന നദിയും എന്താണ്? യമുനയാണ്. ഓക്കെ, അപ്പൊ നമുക്ക് ചെറിയ ചെറിയ കണക്ഷൻസ് ഒക്കെ ഒന്ന് വെച്ചിട്ട് പറയാട്ടോ. ഓക്കെ, ശ്രദ്ധിക്കുക. യമുന നദി ഉത്ഭവം എന്താണ്? യമുനോത്രി ഹിമാനിയിലാണ്. അപ്പൊ യമുനോത്രി ആയിട്ട് കണക്ട് ചെയ്തോടെ. യമുനോത്രി ഹിമാനി എവിടെയാണ്? ഉത്തരാഖണ്ഡിലാണ് കേട്ടോ, ഉത്തരാഖണ്ഡിലാണ്. ഗംഗയുടെ ഏറ്റവും വലിയ പോഷക നദിയാണ് നമ്മുടെ യമുന എന്ന് പറയുന്ന നദി. ഗംഗയുടെ ഏറ്റവും വലിയ പോഷക നദിയാണ് യമുന. പുരാതന കാലത്ത് കാളിന്തി എന്നാണ് അറിയപ്പെട്ടിട്ടുണ്ടായിരുന്നത്. കടലിൽ പതിക്കാത്ത നദികളിൽ വെച്ച് ഏറ്റവും വലിയ നദി. ഈ ഗംഗാ നദി കടലിൽ പതിക്കത്തില്ല. ബാക്കി എല്ലാ നദികളും അങ്ങനെയാണല്ലോ പോകുന്നത്. അപ്പോൾ പക്ഷെ ഗംഗാ നദി എന്താ ചെയ്യുന്നത്? കടലിൽ പതിക്കുന്നില്ല. ഗംഗാ നദി പോകുന്നത് യമുനോത്രിന്ന് ഉത്ഭവിച്ചിട്ട് നേരെ ഗംഗയിലേക്ക് തന്നെയാണ് വരുന്നത് കേട്ടോ. അപ്പൊ അത് എന്താണ്? കടലിൽ പതിക്കാത്ത നദികളിൽ ഒരു നദിയാണ്. അപ്പോൾ കടലിൽ പതിക്കാത്ത നദികളിൽ വെച്ച് ഏറ്റവും വലിയ നദി കൂടിയാണ് നമ്മുടെ യമുന നദി. യമുനയുടെ പോഷക നദികളാണ് ചമ്പൽ, ഹിൻഡോൺ, ബേത്വ, കെൻ, ടോൺസ്. എത്ര എണ്ണം? 3 എണ്ണം, 4 എണ്ണം, 5 എണ്ണം അല്ലെ? ചമ്പൽ, ഹിൻഡോൺ, ബേത്വ, കെൻ, ടോൺസ്. ഈ 5 എണ്ണം നമുക്ക് പഠിക്കാനുണ്ട്. അപ്പൊ ഞാനൊരു ചെറിയ കോഡ് പറയാം, ശ്രദ്ധിക്കുക. ചഹിബേക്കട്ടോ, ഇതാണ് കോഡ് കേട്ടോ. ആദ്യം കേൾക്കുമ്പോൾ ഒരു ചിരിയൊക്കെ വരും, മനസ്സിലായിന്ന് വരില്ല. ഒരു 2-3 പ്രാവശ്യം പറഞ്ഞുകൊണ്ടിരിക്കുക. ചഹിബേക്കട്ടോ എന്ന് പറഞ്ഞുകൊണ്ടിരിക്കുക. അപ്പൊ ആ സമയത്ത് നമുക്കത് ഒന്ന് മനസ്സിൽ വരും കേട്ടോ. ഓക്കെ, ചഹിബേക്കട്ടോ. ച എന്ന് പറയുന്ന ചമ്പലാണ്. ഹി എന്ന് പറയുന്നത് ഹിൻഡോൺ ആണ്. ബേ എന്ന് പറയുന്നത് ബേത്വയാണ്. കെ എന്ന് പറയുന്നത് കെന്നാണ്. ടോ എന്ന് പറയുന്നത് ടോൺസ്. ഓക്കെ, അപ്പൊ ചഹിബേക്കട്ടോ എന്ന് പറയുന്നത് യമുനയുടെ പോഷക നദികളാണ്. ചഹിബേക്കട്ടോ. ഓക്കെ, എങ്ങനെയെങ്കിലും നിങ്ങളൊന്ന് പഠിച്ചെടുക്കാട്ടോ, എന്നാലേ നമുക്ക് ആ ഒരു രീതിയിൽ കിട്ടും. ഇല്ലാണ്ട് ഈ പേരൊക്കെ എങ്ങനെ പഠിക്കാനാ? ചമ്പൽ, ഹിൻഡോൺ, ബേത്വ, കെൻ, ടോൺസ്, ചഹിബേക്കട്ടോ. ഓക്കെ, നെക്സ്റ്റ് യമുന നദീ തീരത്തെ പ്രധാന പട്ടണങ്ങളാണ് അഡമയി. അതാണ് കോഡ്. അഡമയി, ആഗ്ര, ഡൽഹി, മയി, മധുര, ഇട്ടാവ. ഓക്കെ, അഡമയി. ഓക്കെ, യമുന നദീ തീരത്തെ പ്രധാന പട്ടണങ്ങളാണ് ആഗ്ര, ഡൽഹി, മധുര, ഇട്ടാവ. ഈ കാര്യങ്ങളിൽ 4 നമുക്ക് ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ളതാണ്. അത് പഠിക്കാനാണ് എന്ത് പറഞ്ഞത്? അഡമയി എന്നുള്ള ഒരു കോഡ് പറഞ്ഞത്. അപ്പൊ 2 കോഡാണ് നമ്മൾ യമുനയുമായി ബന്ധപ്പെട്ട് പറഞ്ഞത്. എന്തൊക്കെയാണ്? ചഹിബേക്കട്ടോ. രണ്ടാമത്തത് അഡമയി. ഈ ചഹിബേക്കട്ടോ എന്ന് പറയുമ്പോൾ പോഷക നദികളാണ് ചഹിബേക്കട്ടോ, ചമ്പൽ, ഹിൻഡോൺ, ബേത്വ, കെൻ, ടോൺസ്. യമുന നദീ തീരത്തെ പ്രധാന പട്ടണങ്ങൾ പറഞ്ഞ കോഡാണ് അഡമയി. ആഗ്ര, ഡൽഹി, മധുര, ഇട്ടാവ. അഡമയി. ഓക്കെ, അപ്പോൾ ഒരു 5-6 പ്രാവശ്യം പറഞ്ഞു നോക്കിയാൽ നമുക്കത് കിട്ടാവുന്നതേ ഉള്ളൂ കേട്ടോ. അല്ലാണ്ട് ഇത് മനസ്സിലാക്കാൻ എങ്ങനെയാ പറയാറ് അല്ലേ? അപ്പൊ അതുകൊണ്ടാണ് ചെറിയ കോഡാക്കിയത്. അപ്പൊ ഈ താജ്മഹലിന്റെ മുന്നിലൂടെ ഒഴുകുന്ന നദി എന്താണ്? യമുന നദിയാണ്. താജ്മഹൽ. ഓക്കെ, അപ്പൊ നെക്സ്റ്റ് പറയാം സരസ്വതി നദി. ജസ്റ്റ് ഒന്ന് കേട്ട് പോയാൽ മതി. മുമ്പ് ഉണ്ടായിരുന്നതും ഇപ്പോൾ അപ്രത്യക്ഷമായതുമായിട്ടുള്ള നദിയാണ് നമ്മുടെ സരസ്വതി നദി. മുമ്പ് ഉണ്ടായിരുന്നു, പിന്നീട് അപ്രത്യക്ഷമായി പോയ നദിയാണ് സരസ്വതി നദി. ഓക്കെ, ജസ്റ്റ് ആ ഒരു വാക്ക് മാത്രം. നെക്സ്റ്റ് രണ്ടാമത്തെ പോഷക നദിയാണ് സോൺ നദി. ഉത്ഭവം അമർകണ്ടക്, മധ്യപ്രദേശിലെ അമർകണ്ടക്.
ഉപദ്വീപീയ പീഠഭൂമിയിൽ നിന്നും ഉത്ഭവിക്കുന്ന ഗംഗയുടെ പ്രധാന പോഷക നദിയാണ് സോൺ നദി. പാടലീപുത്രം സോൺ നദീതീരത്ത് സ്ഥിതി ചെയ്തിരുന്നു എന്നാണ് വിശ്വസിക്കുന്നത്. ബൻസാഗർ ഡാം സ്ഥിതി ചെയ്യുന്നു എവിടെ? സോൺ നദിയിൽ. സോൺ നദിയുടെ പ്രധാന പോഷക നദിയാണ് റിഹാന്തിൽ പണി കഴിപ്പിച്ചിട്ടുള്ള അണക്കെട്ടാണ് ഗോവിന്ദ് വല്ലഭ് പന്ത് ഡാം. ഇത് ഏകദേശം മധ്യപ്രദേശ് ഉത്തർപ്രദേശ് ആ ഒരു ബോർഡറിലായിട്ടാണ് വരുന്നത് കേട്ടോ. ഓക്കെ, അപ്പൊ സോൺ നദിയാണ് നമ്മൾ പറയുന്നത് രണ്ടാമത്തെ പോഷക നദിയാണ്. ഉത്ഭവം എവിടെയാണ്? അമർകണ്ടക്, മധ്യപ്രദേശ്. അപ്പോൾ ഞാൻ ഇതിനെ ഒരു ചെറിയ കണക്ഷൻ വെച്ചിട്ടുള്ളത് സോൺ എന്നുള്ളത് സണ്ണായിട്ടാണ് എടുക്കുന്നത്. സണ്ണ് മകൻ ആയിട്ടാണ് എടുക്കുന്നത്. നമുക്ക് സൂര്യനുമായിട്ടും വേണമെങ്കിൽ കണക്ട് ചെയ്യാം. ഞാൻ പറയാം. ഓക്കെ, സോൺ നദി സണ്ണ്, ഈ സണ്ണിന്റെ പേരാണ് അമർ. ഓക്കെ, അപ്പൊ നമുക്ക് എന്താ പറയാം, ഉത്ഭവം അമർകണ്ടകാണെന്ന് മനസ്സിലാവും. ഈ അമർകണ്ടക് എവിടെയാണ്? മധ്യപ്രദേശിലാണ് കേട്ടോ, മധ്യപ്രദേശിലാണ്. അപ്പൊ സണ്ണിന്റെ പേരെന്താണ്? അമർ എന്നായിട്ട് എടുക്കാം. അപ്പൊ അമർകണ്ടകായിട്ട് കണക്ട് ചെയ്യാം ഉത്ഭവം. നെക്സ്റ്റ് എന്താണ് പറയുന്നത്? ഉപദ്വീപീയ പീഠഭൂമിയിൽ നിന്നും ഉത്ഭവിക്കുന്ന ഗംഗയുടെ പ്രധാന പോഷക നദിയാണ് നമ്മുടെ സോൺ നദി. ഉപദ്വീപീയ പീഠഭൂമിയിൽ നിന്നും. ഓക്കെ, ഉപദ്വീപീയ പീഠഭൂമിയിൽ നിന്നും ഉത്ഭവിക്കുന്ന ഗംഗയുടെ പ്രധാന പോഷക നദി. ഇപ്പൊ നമ്മൾ എന്താണ് പറഞ്ഞത്? ഗംഗ, അതുപോലെ വേറെന്താ പറഞ്ഞത്? സിന്ധു നദി, അത് ബ്രഹ്മപുത്ര, ഇവയൊക്കെ നമ്മൾ ഉത്തര പർവ്വത മേഖലയിൽ നിന്നും ഉത്ഭവിക്കുന്ന നദി എന്നാണ് നമ്മൾ പറഞ്ഞല്ലേ. അപ്പോൾ ഉത്തരപർവ്വത മേഖലയിൽ നിന്നും ഉത്ഭവിക്കുന്ന നദിയാണെങ്കിലും ഈ ഗംഗയുടെ സോൺ നദി എന്ന് പറഞ്ഞിട്ടുള്ള പോഷക നദി ഉത്ഭവിക്കുന്നത് എവിടെ നിന്നാണ്? ഉപദ്വീപീയ പീഠഭൂമിയിൽ നിന്നുമാണ്. ഓക്കെ, ഉപദ്വീപീയ പീഠഭൂമിയിൽ നിന്നും ഉത്ഭവിക്കുന്ന ഗംഗയുടെ പ്രധാന പോഷക നദിയാണ് നമ്മുടെ സോൺ നദി. ഓക്കെ, ഈ സണ്ണ് എന്ന് പറഞ്ഞാൽ തന്നെ കുർത്തം സണ്ണാന്ന് ആലോചിച്ചൂടെ? മര്യാദയ്ക്ക് നിൽക്കാത്ത സണ്ണാന്ന്. അപ്പം പർവ്വത മേഖലയിൽ നിന്നല്ല, നേരെ തിരിച്ച് ഉപദ്വീപീയ മേഖലയിൽ നിന്നാണ് ഉത്ഭവിക്കുന്നതെന്ന് ആലോചിക്കുക. തലതിരിഞ്ഞ് സണ്ണാണെന്ന് വിചാരിച്ചാൽ മതി. ഓക്കെ, അപ്പൊ ഉപദ്വീപീയ പീഠഭൂമിയിൽ നിന്നും ഉത്ഭവിക്കുന്ന ഗംഗയുടെ പ്രധാനപ്പെട്ട പോഷക നദിയാണ് സോൺ നദി. പാടലീപുത്രം സോൺ നദീതീരത്ത് സ്ഥിതി ചെയ്യുന്നുവെന്ന് വിശ്വസിക്കുന്നു. അപ്പൊ ഇത് ഞാൻ പാടലീപുത്രം എടുത്തത് പാടമായിട്ടാണ് എടുത്തത്. ഈ പാടവും സണ്ണ്, ഇവിടെ സണ്ണ് ഞാൻ ഉദ്ദേശിച്ചത് സൂര്യനാണ്. സൂര്യനും പാടവുമായിട്ട് കണക്ട് ചെയ്താലോ? പാടം, വയൽ. അപ്പൊ സോൺ നദി സണ്ണാണ്, സൂര്യനായിട്ടാണ് എടുത്തത്. അപ്പൊ പാടത്തൊരു സൂര്യനൊക്കെ നിങ്ങളൊന്ന് ചിന്തിച്ചു നോക്കിയേ. പാടം, നല്ല വയല്, പാടം, അവിടെ ഒരു സൂര്യൻ. അപ്പൊ പാടലീപുത്രം സോൺ നദീതീരത്ത് സ്ഥിതി ചെയ്യുന്നു. പാടത്ത് എന്ത് സണ്ണുണ്ട് എന്ന് ആലോചിച്ചാൽ മതി. പാടലീപുത്രം സോൺ നദീതീരത്ത് സ്ഥിതി ചെയ്തിരിക്കുന്നു എന്ന് വിശ്വസിക്കുന്നു. ഓക്കെ, ദെൻ ബൻസാഗർ ഡാം സ്ഥിതി ചെയ്യുന്നത് ഇവിടെ? സോൺ നദിയിലാണ്. നമ്മുടെ സണ്ണ്, നേരത്തെ പറഞ്ഞ കുർത്തം കെട്ട കുട്ടി ഉണ്ടല്ലോ, സണ്ണ്, അമർ എന്ന് പറഞ്ഞ സണ്ണ്, ആ സണ്ണ് ബന്നൊക്കെ വാങ്ങാൻ പോകുന്ന കുട്ടിയാണെന്ന് ആലോചിക്കുക. ബന്നൊക്കെ വാങ്ങാൻ പോകും. ബൻസാഗർ ഡാം സ്ഥിതി ചെയ്യുന്നത് എവിടെയാണെന്ന് ചോദിച്ചാൽ ബന്നൊക്കെ വാങ്ങാൻ പോകുന്നത് സണ്ണാണെന്ന് ആലോചിച്ചാൽ മതി. സോൺ നദിയുടെ പ്രധാന പോഷക നദിയാണ് റിഹാന്ത്. ഈ റിഹാന്ത് എന്നുള്ളത് ഞാൻ പന്ത് എന്നായിട്ടാണ് എടുത്തത്. ഓക്കെ, റിഹാന്ത് എന്നുള്ളത് ഞാൻ പന്ത് എന്നായിട്ടാണ് എടുത്തത് കേട്ടോ, പന്ത്. അപ്പോൾ ഈ സണ്ണാണ് പന്ത് കളിയൊക്കെ കളിക്കാറ്. ഓക്കെ, സണ്ണാണ് എന്ത് കളിക്കാല്? പന്ത് കളിയൊക്കെ കളിക്കാറ് എന്ന് ആലോചിക്കുക. സോൺ നദിയുടെ പ്രധാന പോഷക നദിയാണ് റിഹാന്ത്, പന്ത്. സണ്ണാണ് പന്ത് കളിയൊക്കെ കളിക്കുന്നത്. നെക്സ്റ്റ്, റിഹാന്തിൽ പണി കഴിപ്പിച്ചിട്ടുള്ള അണക്കെട്ടാണ് ഗോവിന്ദ് വല്ലഭ് പന്ത് അണക്കെട്ട്. റിഹാന്ത്, പന്ത് കണക്ഷനിലേക്ക് കണ്ടോ? റിഹാന്ത്, പന്ത്, ഗോവിന്ദ് വല്ലഭ് പന്ത് ഡാം. അപ്പൊ സിമ്പിളായിട്ട് ആലോചിക്കാൻ പറ്റുന്നതേ ഉള്ളൂ. സോൺ നദി നമ്മൾ സണ്ണാണ് എടുത്തത്. അമർ എന്നാണ് സണ്ണിന്റെ പേര്, ഒരു കുർത്തം കിട്ട സണ്ണാണ്. പിന്നെ ബന്നൊക്കെ വാങ്ങാൻ പോകുന്ന സണ്ണാണ് കേട്ടോ, ബന്നൊക്കെ വാങ്ങാൻ പോകുന്ന സണ്ണാണ്. അതുപോലെ പന്തൊക്കെ കളിക്കുന്ന സണ്ണാണ്. ഓക്കെ, പന്ത് കളിക്കുന്ന സണ്ണാണ്. അത്രേ പറയുള്ളൂ. അത്ര ആയി കഴിഞ്ഞാൽ നമുക്ക് ഈ ഒരു ഭാഗം നമുക്ക് കിട്ടും. എങ്ങനെയാണ്? സോൺ നദി സണ്ണാണ് പറഞ്ഞത്. അമർ എന്നാണ് പേര്, അമർകണ്ടക് എന്നാണ് ഉത്ഭവം. കുർത്തംകെട്ട സണ്ണാണ് കാരണം ഉത്തരപർവ്വത മേഖലയിൽ നിന്ന് ഉത്ഭവിക്കുന്ന ഗംഗാ നദിയുടെ ഉപദ്വീപീയ പീഠഭൂമിയിൽ നിന്ന് ഉത്ഭവിക്കുന്ന ഗംഗയുടെ പ്രധാന പോഷക നദിയാണ് ആര്? നമ്മുടെ സോൺ നദി, സണ്ണ്. നെക്സ്റ്റ് എന്താ പറഞ്ഞത്? ബൻസാഗർ, ബന്നൊക്കെ വാങ്ങാൻ പോകുന്നത് സണ്ണാണെന്ന് പറഞ്ഞു അല്ലെ. ബൻസാഗർ ഡാം സ്ഥിതി ചെയ്യുന്നു. സോൺ നദിയുടെ പ്രധാന പോഷക നദി എന്താണ്? സണ്ണ് പന്ത് കളിക്കുന്നു പറഞ്ഞു. റിഹാന്ത്, പന്ത്. റിഹാന്തിൽ പണി കഴിപ്പിച്ചിരിക്കുന്ന അണക്കെട്ട് എന്ന് പറയുന്നത് ഗോവിന്ദ് വല്ലഭ് പന്ത് ഡാമാണ്. പന്ത്, റിഹാന്ത്
ഇവിടെ ഒരു 12 അങ്ങനെയായിട്ട് കണക്ട് ചെയ്യാൻ പറ്റും. ഓക്കെ, പിന്നെ എന്താ നമ്മൾ ഇവിടെ നിന്ന് വിട്ടത്? പാടലീപുത്രം സോൺ നദീതീരത്ത് സ്ഥിതി ചെയ്യുന്നു. അപ്പൊ പാടവും നമ്മളെ സൂര്യനുമായിട്ട് എടുക്കാം, സൂര്യന്റെ സൺ എടുക്കാം. അപ്പോൾ പാടത്ത് ഒരു സൂര്യൻ ഉണ്ട് എന്ന് ആലോചിച്ച് കഴിഞ്ഞാൽ പാടലീപുത്രം സോൺ നദീതീരത്ത് സ്ഥിതി ചെയ്തിരുന്നു എന്ന് വിശ്വസിക്കുന്നു. ഓക്കെ, സിമ്പിൾ ആയിട്ട് നമുക്ക് ഈ ഒരു ഭാഗം സോൺ നദി കംപ്ലീറ്റ് ആക്കാവുന്നതാണ്. ഓക്കെ, മനസ്സിലായി എന്ന് വിചാരിക്കുന്നു. നെക്സ്റ്റിലേക്ക് പോവാം. നെക്സ്റ്റ് ആണ് കോസി നദി. ഓക്കെ, ബീഹാറിന്റെ ദുഃഖം ഇന്ത്യയിലെ ഏറ്റവും അപകടകാരിയായിട്ടുള്ള നദി. ഇന്ത്യയുടെ ദുഃഖം കൗശിക എന്നറിയപ്പെടുന്നു, കൗസുകി എന്നും അറിയപ്പെടുന്നു. പോഷക നദി അരുൺ. ഓക്കെ, അപ്പൊ ഇതിൽ മെയിൻ ആയിട്ട് ചോദിക്കുന്ന കാര്യം ഒറ്റൊരു കാര്യമേ ഉള്ളൂ, ഇന്ത്യയിലെ ഏറ്റവും അപകടകാരിയായിട്ടുള്ള നദി. ഓക്കെ, ഇന്ത്യയുടെ ദുഃഖം. ഈ 2 പോയിന്റ് ആയിട്ടാണ് ചോദിക്കുന്നത്. ഓക്കെ, അപ്പൊ ആ 2 പോയിന്റ് ഒന്ന് പഠിക്കുക. കോസി നദിയാണ് പറഞ്ഞല്ലേ, കോസി. അപ്പോൾ ഇന്ത്യയിലെ ഏറ്റവും അപകടകാരിയായിട്ടുള്ള നദി എന്ന് പറയുന്നത് കോസി നദിയാണ്. ഇന്ത്യയുടെ ദുഃഖം എന്ന് പറയുന്നതും എന്താണ്? നമ്മുടെ കോസി നദിയാണ്. എവിടെയാണ് കോസി നദി? ബീഹാറിന്റെ ദുഃഖം എന്നൊക്കെ പറയുന്നത്, ബീഹാർ ഏകദേശം ആ ഒരു റേഞ്ചിലാണ് വരുന്നത്. ബീഹാറിന്റെ ദുഃഖം എന്ന് പറയുന്നതും കോസി നദിയാണ്. ഓക്കെ, കൗശികി എന്ന് പറയുന്നു, കൗസുകി എന്ന് പറയുന്നു, പോഷക നദി അരുണമാണ്. ഓക്കെ, നെക്സ്റ്റ് നമ്മൾ പോകുന്നത് രാംഗംഗയിലാണ്. രാംഗംഗയുടെ ഉത്ഭവസ്ഥാനം എന്ന് പറയുന്നത് ദൗലത് താലി നിരകൾ ഉത്തരാഖണ്ഡില്. പോഷക നദികൾ ഗഗൻ, ഗാരോ, ആറിൽ ഗോഹ്. ജിം കോർബറ്റ് ദേശീയോദ്യാനത്തിലൂടെ ഒഴുകുന്ന നദി. വളരെ ഇമ്പോർട്ടന്റ് ആയിട്ടുള്ള പോയിന്റ് ആണ്. ജിം കോർബറ്റ് ദേശീയോദ്യാനത്തിലൂടെ ഒഴുകുന്ന നദി കൂടിയാണ്. ഓക്കെ, അപ്പൊ നമുക്കൊന്ന് പറയാം, കോഡിലൂടെ പറയാം. രാംഗംഗയാണല്ലോ, രാമും ഗംഗയും കല്യാണം കഴിച്ചു എന്ന് വിചാരിക്കുക. കല്യാണം കഴിക്കുമ്പോൾ എന്താണ്? താലിയല്ലേ കിട്ടുക, താലി. അപ്പം രാംഗംഗ. ഓക്കെ, രാംഗംഗ കല്യാണം കഴിച്ചപ്പോ താലി കെട്ടി. താലി, ദൗലത് താലി, ദുധതൗലി. അപ്പൊ താലി ആയിട്ട് എടുക്കുക. അപ്പൊ ഉത്ഭവം നമുക്ക് കിട്ടും താലി. ദുധതൗലി നിരകൾ, ഉത്തരാഖണ്ഡ്. ദുധതൗലി നിരകൾ. പോഷക നദികളാ പറയുന്നത് ഗഗൻ, ഗാരോ, ആരിൽ, ഗോഹ്. അപ്പൊ ഈ രാംഗംഗ എന്ന് പറയുമ്പോൾ ഈ ഗംഗയിൽ തന്നെ 2 ഗ ഉണ്ടല്ലേ, രാംഗംഗ, ഗംഗ. അപ്പൊ ഈ ഗ വെച്ചിട്ട് തന്നെയാണ് നമ്മൾ ഈ ഭാഗങ്ങളും പറയുന്നത്. ഗഗ ആഘോ എന്നാണ്, ഒരു ചെറിയൊരു കോഡാണ്. ഗഗ ആഘോ. ഗ എന്ന് പറയുന്നത് ഗഗൻ, നെക്സ്റ്റ് ഗ എന്ന് പറയുന്നത് ഗാരോ, ആഘോ ആരിൽ, ഗോഹ്. ഓക്കെ, ഇതായി കോഡ് വെച്ചിട്ട് പഠിക്കുന്നതായിരിക്കും നല്ലത്. മറ്റു പഠിക്കാൻ നിന്നാല് എന്താണ് നടക്കാത്ത കാര്യമാണ് കേട്ടോ. ഗഗൻ, ഗാരോ, ആരിൽ, ഗോഹ്, ഗഗ ആഘോ, ഇതാണ് കോഡ്. ഓക്കെ, നെക്സ്റ്റ് ലാസ്റ്റ് പോയിന്റ് ജിം കോർബറ്റ് ദേശീയോദ്യാനം ഒഴുകുന്ന നദി. ജിം കോർബറ്റ് ദേശീയോദ്യാനം ഒഴുകുന്ന നദിയാണ് രാംഗംഗ. ഓക്കെ, അങ്ങനെയല്ല, ജിം കോർബറ്റ് ദേശീയോദ്യാനത്തിലൂടെ ഒഴുകുന്ന നദി. ഓക്കെ, ആ ദേശീയോദ്യാനത്തിലൂടെ ഒഴുകുന്ന നദിയാണ് എന്താണ്? രാംഗംഗ. ഇത് എവിടെയാണെന്ന് അറിയോ? ഉത്തരാഖണ്ഡിലാണ് കേട്ടോ. ഉത്തരാഖണ്ഡിലാണ് ജിം കോർബറ്റ് ദേശീയോദ്യാനം സ്ഥിതി ചെയ്യുന്നത്. അതിലൂടെ ഒഴുകുന്ന നദിയാണ് രാംഗംഗ. ഈ രാം എന്ന് പറയുന്നത് ഒരു ആൺകുട്ടിയാണല്ലോ. ഈ രാം എപ്പോഴും ജിമ്മിൽ പോകുന്നൊക്കെ ഒന്ന് ആലോചിച്ചാൽ മതി. രാമൻ എപ്പോഴും ജിമ്മിൽ പോകുന്നൊക്കെ ആലോചിച്ചാൽ മതി. അന്നേരം ജിം കോർബറ്റ് ദേശീയോദ്യാനത്തിലൂടെ ഒഴുകുന്ന നദി ഏതെന്ന് ചോദിച്ചാൽ ജിമ്മും രാമും തമ്മിൽ നമുക്ക് കണക്ട് ചെയ്യാൻ പറ്റും അല്ലേ. അപ്പൊ ജിം കോർബറ്റ് ദേശീയോദ്യാനത്തിലൂടെ ഒഴുകുന്ന നദി ഏതെന്ന് ചോദിച്ചാൽ നമ്മൾ ജിമ്മുമായിട്ട് കണക്ട് ചെയ്യുക രാമിനെ. രാംഗംഗ. എന്താണ് ഉത്ഭവം? ദൗദത്താലി അല്ലെ, ദൗദത്തൗലി, താലി നിരകൾ. പോഷക നദികൾ ഗഗ ആഘോ. എല്ലാത്തിൻ്റെയും ആദ്യത്തെ അക്ഷരം വെച്ചിട്ടാണോ ഞാൻ കോഡ് ഉണ്ടാക്കുന്നത്? ഗഗ ആഘോ. ഗഗൻ, ഘാരോ, ആരിൽ, ഗോഹ്. ജിം കോർബറ്റ് ദേശീയോദ്യാനത്തിലൂടെ ഒഴുകുന്ന നദിയാണ് ജിമ്മിന് പോകുന്നത് ആരാണ്? നമ്മുടെ റാമാണ്. രാംഗംഗ. ഓക്കെ, നെക്സ്റ്റിലേക്ക് പോവാം. ദാമോദർ നദി ബംഗാളിലെ ദുഃഖം എന്നാണ് അറിയപ്പെടുന്നത്. ഛോട്ടാ നാഗ്പൂർ പീഠഭൂമിയിലൂടെ ഒഴുകുന്ന നദിയാണ്. റിവർ ഓഫ് സോറോ എന്നറിയപ്പെടുന്ന നദിയാണ്. പോഷക നദി ബറാക്കർ. ഇന്ത്യയിലെ ആദ്യത്തെ വിവിധോദ്ദേശ നദീജല പദ്ധതി സ്ഥിതി ചെയ്യുന്ന നദിയാണ് നമ്മുടെ ദാമോദർ നദി. ദാമോദർ നദിയിലെ ഇന്ത്യയിലെ ആദ്യത്തെ വിവിധോദ്ദേശ അണക്കെട്ടാണ് തില്ലയ്യ. ഓക്കെ,
അപ്പൊ ഞാൻ ഈ ദാമോദരനെ എടുത്തിട്ടുള്ളത് ഒരു ബംഗാളി ചെക്കനായിട്ടാണ് കേട്ടോ, ബംഗാളി പയ്യൻ. അപ്പൊ ഈ ബംഗാളി പയ്യൻ എല്ലാരും ചേട്ടാ ചേട്ടാ എന്നൊക്കെയാണ് വിളിക്കുക, ചേട്ടാ ചേട്ടാ എന്ന് വിളിക്കുക. ഓക്കെ, അപ്പോ എന്തെങ്കിലും തെറ്റൊക്കെ ചെയ്തിട്ടുണ്ടെങ്കിൽ സോറി എന്നും പറയും. ഓക്കെ, ഈ ബംഗാളികളൊക്കെ അങ്ങനെയാണല്ലോ. അപ്പോൾ ചേട്ടാ ചേട്ടാ എന്ന് വിളിക്കും, ചോട്ടാ ചോട്ടാ എന്നൊക്കെ വിളിക്കും, എന്നിട്ട് സോറി എന്നൊക്കെ പറയും എന്തെങ്കിലും തെറ്റ് ചെയ്തിട്ടുണ്ടെങ്കിൽ. ഓക്കെ, അപ്പൊ ഇവരൊക്കെ താമസിക്കുന്നത് ബാരക്കിലാണ് കേട്ടോ. ബാരക്ക് എന്നൊക്കെ നമ്മൾ പറയാറില്ലേ, അപ്പൊ ബാരക്കിലാണ് ഇവർ താമസിക്കുന്നത് കേട്ടോ. ഇവര് വിവിധ പണിയെടുക്കും. അത് ഇന്ന പണി മാത്രമല്ല, എല്ലാ പണിയും ഇവരെടുക്കും അല്ലേ. അപ്പോൾ അങ്ങനെയാണ് ഞാൻ വിവിധോദ്ദേശ നദീജല പദ്ധതിയുമായിട്ട് കണക്ട് ചെയ്തിട്ടുള്ളത്. അപ്പൊ ഒന്നുകൂടി പറയാം, ദാമോദർ എന്ന് പറഞ്ഞിട്ടുള്ള ഒരു ബംഗാളി ഉണ്ട്. അയാളെല്ലാവരും ചോട്ടാ 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 ചേട്ടാ ചേട്ടാ എന്നൊക്കെയാണ് വിളിക്കുന്നത്. അയാൾ എന്ത് തെറ്റ് ചെയ്തിട്ടുണ്ടെങ്കിലും ഓൺ ദ സ്പോട്ടിൽ എന്ത് സോറി എന്നൊക്കെ പറയും. അയാൾ താമസിക്കുന്നത് ബാരക്കിലാണ്. എന്ത് പണിയും ചെയ്തു, വിവിധ പണികളാണ് അദ്ദേഹം ചെയ്യുന്നത്. ഓക്കെ, അപ്പൊ ഇത്രയും കാര്യങ്ങളാണ് കോഡ് എന്ന് പറയുന്നത്. ഇനി ശ്രദ്ധിക്കുക, ദാമോദർ എന്ന് പറയുന്ന നദിയെ കുറിച്ചാണ് നമ്മൾ സംസാരിക്കുന്നത് അല്ലെ. അപ്പൊ ഈ ദാമോദർ നദി പറഞ്ഞു കഴിഞ്ഞാൽ ബംഗാളിലെ ദുഃഖം എന്നാണ് അറിയപ്പെടുന്നത്. അതാണ് ഞാൻ ബംഗാളിയുമായിട്ട് കണക്ട് ചെയ്തിട്ടുള്ളത്, ബംഗാളിലെ ദുഃഖം. എല്ലാരെയും എന്താണ് ചേട്ടാ ചേട്ടാ ചോട്ടാ എന്നൊക്കെയാണ് വിളിക്കുന്നത് എന്ന് പറഞ്ഞു അല്ലെ. അപ്പൊ എന്താണ്, ഛോട്ടാ നാഗപ്പൂർ പീഠഭൂമിയിലൂടെ ഒഴുകുന്ന നദിയാണ് നമ്മുടെ ദാമോദർ നദി. ഛോട്ടാ നാഗപ്പൂർ പീഠഭൂമിയിലൂടെ ഒഴുകുന്ന നദിയാണ് എന്ത്, ദാമോദർ നദി. നെക്സ്റ്റ് എന്താ പറഞ്ഞത്, എന്തെങ്കിലും തെറ്റ് ചെയ്താൽ പെട്ടെന്ന് സോറി പറയുന്ന ആളാണ് അല്ലെ. റിവർ ഓഫ് സോറോ എന്നറിയപ്പെടുന്ന നദിയാണ് നമ്മുടെ ദാമോദർ നദി. നെക്സ്റ്റ് എന്താ പറഞ്ഞത്, ബാരക്കിലാണ് അയാൾ താമസിക്കുന്നത്. നമ്മുടെ ബംഗാളി ചെക്കൻ താമസിക്കുന്നത് ബാരക്കിലാണ്. ബറാക്കർ. ഓക്കെ, ബറാക്കർ എന്നായിട്ട് കണക്ട് ചെയ്യാലോ. പോഷക നദിയാണ് ബറാക്കർ. ബാരക്കിൽ താമസിച്ച് പോഷകങ്ങളൊക്കെ തിന്നുന്ന അങ്ങനെ ഒരു കണക്ട് ചെയ്താൽ മതി. ബാരക്കിലാണ് താമസിക്കുന്നത്, ബറാക്കർ. നെക്സ്റ്റ് എന്താണ് പറഞ്ഞത്, എന്ത് പണിയെടുക്കും അല്ലെ, വിവിധ പണിയെടുക്കും. അപ്പം വിവിധോദ്ദേശ നദീജല പദ്ധതി ഇന്ത്യയിലെ ആദ്യത്തെ വിവിധോദ്ദേശ നദീജല പദ്ധതി സ്ഥിതി ചെയ്യുന്ന നദിയാണ് നമ്മുടെ ദാമോദർ നദി. ഓക്കെ, ദാമോദർ നദിയിലെ ഇന്ത്യയിലെ ആദ്യത്തെ വിവിധോദ്ദേശ അണക്കെട്ടാണ് തില്ലയ്യ. ദാമോദർ നദിയിലെ ഇന്ത്യയിലെ ആദ്യത്തെ വിവിധോദ്ദേശ അണക്കെട്ട് എന്താണ്, തില്ലയ്യ. അപ്പൊ ഇത്രയും കാര്യങ്ങൾ മനസ്സിലായെന്ന് വിചാരിക്കുന്നു. ഒന്നുകൂടി പറയാം, ദാമോദർ ആണ് പറഞ്ഞിട്ടുള്ളത്, ദാമോദർ നദി. ബംഗാളിലെ ദുഃഖം, ഛോട്ടാ നാഗ്പൂർ പീഠഭൂമിയിലൂടെ ഒഴുകുന്ന നദി റിവർ ഓഫ് സോറോ, പോഷക നദി ബറാക്കർ ആണ്. ഇന്ത്യയിലെ ആദ്യത്തെ വിവിധോദ്ദേശ നദീജല പദ്ധതി സ്ഥിതി ചെയ്യുന്ന നദിയാണ് ദാമോദർ നദിയിലെ ഇന്ത്യയിലെ ആദ്യത്തെ വിവിധോദ്ദേശ അണക്കെട്ട് തില്ലയ്യ. ഓക്കെ, ഇനി ലാസ്റ്റ് ഒരു സെപ്പറേറ്റ് ആയിട്ടുള്ള ഒരു പോയിന്റ് ഉണ്ട്, ശ്രദ്ധിക്കുക. ലൂണി നദിയുടെയും സരസ്വതി നദിയുടെയും എന്താ പറഞ്ഞത്, നിക്ഷേപ പ്രവർത്തന ഫലമായി രൂപം കൊണ്ട സമതല പ്രദേശമാണ് എന്ത്, മരുസ്ഥലി ബാഗർ. രാജസ്ഥാനിലാണ് സ്ഥിതി ചെയ്യുന്നത്. ലൂണി നദിയുടെയും സരസ്വതി നദി നമ്മൾ ഓൾറെഡി പറഞ്ഞു, ഇപ്പോഴില്ലാത്ത നദിയാണ് അല്ലെ, അങ്ങനത്തെ പറഞ്ഞിട്ടുണ്ട്. ലൂണി നദിയുടെയും സരസ്വതി നദിയുടെയും നിക്ഷേപ പ്രവർത്തന ഫലമായി രൂപം കൊണ്ട സമതല പ്രദേശമാണ് എന്ത്, മരുസ്ഥലി ബാഗർ പ്രദേശം. രാജസ്ഥാനിലാണ് സ്ഥിതി ചെയ്യുന്നത് കേട്ടോ. ഓക്കെ, അപ്പൊ ഇത്രയും കാര്യങ്ങളാണ് ഇത് പറയാനുള്ളത്. ഞാൻ ഒന്നുകൂടി റിവിഷൻ ചെയ്യാം, ശ്രദ്ധിക്കുക. കോഡുകളൊന്നും അങ്ങോട്ടും ഇങ്ങോട്ടും മാറിപ്പോകരുത്, കോഡുകളൊക്കെ കൃത്യമായി ശ്രദ്ധിക്കുക. ഈ ഭാഗത്തൊന്നും കോഡുകൾ ഇല്ലാണ്ട് നമുക്ക് പഠിക്കാൻ കുറച്ച് ബുദ്ധിമുട്ടായിരിക്കും. ഓക്കെ, അപ്പൊ ഗംഗാ നദിയുടെ പോഷക നദികളാണ് നമ്മൾ പറഞ്ഞിട്ടുള്ളത്. ആദ്യം പറഞ്ഞത് യമുനയാണ്. ഉത്ഭവം യമുനോത്രി ഹിമാനി. ഗംഗയുടെ ഏറ്റവും വലിയ പോഷക നദിയാണ്. പുരാതന കാലത്ത് കാളിന്തി എന്നാണ് അറിയപ്പെട്ടിട്ടുണ്ടായിരുന്നത്. കടലിൽ നേരിട്ട് പതിക്കാതെ നദികളിൽ വച്ച് ഏറ്റവും വലിയ നദി. കടലിൽ നേരിട്ട് പതിക്കാത്ത നദികളിൽ വച്ച് ഏറ്റവും വലിയ നദിയാണ്. പോഷക നദികൾ എന്തൊക്കെയാണ് പറഞ്ഞത്, ചഹി ബെക്കെട്ടോ, ചമ്പൽ, ഹിൻഡോൺ, ബേത്വ, കെൻ, ടോൺസ്. ഓക്കെ, ഇതിൽ ഏറ്റവും വലുത് ടോൺസ് ആണ് കേട്ടോ. ഈ യമുനയുടെ പോഷക നദികളിൽ ഏറ്റവും വലുത് എന്താണ്, ചമ്പൽ, ഹിൻഡോൺ, ബേത്വ, കെൻ, ടോൺസ്, ഇങ്ങനെ 5 എണ്ണം ഉണ്ടല്ലോ. ഇതിൽ ഏറ്റവും വലുത് ടോൺസ് ആണ് കേട്ടോ. ടൂൺ എന്നൊന്ന് ആലോചിച്ചാൽ മതി. ടൂണൊക്കെ നമ്മൾ ഇങ്ങനെയൊക്കെ വരയ്ക്കുക. അപ്പോൾ ഇങ്ങനെ ഒരു പാമ്പിനെ പോലെ ഇങ്ങനെയല്ല വരയ്ക്കുക. അപ്പോൾ അങ്ങനെ ടോൺസ് അതാണ് ഏറ്റവും വലുത് ആലോചിച്ചാൽ മതി. ടോൺസ് ആണ് ഏറ്റവും വലുത്. നെക്സ്റ്റ്
യമുന നദീ തീരത്തെ പ്രധാന പട്ടണങ്ങളാണ് ആഗ്ര, ഡൽഹി, മധുര, ഇട്ടാവ. ആഗ്ര, ഡൽഹി, മധുര, ഇട്ടാവ. എന്താ പറഞ്ഞത്? അട്ടമയി. നെക്സ്റ്റ് താജ്മഹലിലൂടെ പോകുന്നത് ഇത് നമ്മുടെ യമുന നദിയാണ്. നെക്സ്റ്റ് ഒരു പോയിന്റ് പറഞ്ഞത് സരസ്വതി നദിയാണ്. മുമ്പ് ഉണ്ടായിരുന്നത് എന്നാൽ ഇപ്പൊ കാണാത്തത് അപ്രത്യക്ഷമായതുമായിട്ടുള്ള നദിയാണ് സരസ്വതി നദി. നെക്സ്റ്റ് സോൺ നദിയാണ് പറയുന്നത്. ഉത്ഭവം അമർകണ്ടകാണ് അല്ലെ. നമ്മൾ പറഞ്ഞിട്ടുണ്ടായിരുന്നു, അമർ പറഞ്ഞൊരു കുട്ടി ഉണ്ടായിരുന്നു, കുർത്തം കെട്ട കുട്ടിയായിരുന്നു. പിന്നെ എന്താ പറഞ്ഞത്, ബന്നൊക്കെ വാങ്ങാൻ പോകുന്ന ഒരു സണ്ണാണ്. അതുപോലെ പന്തൊക്കെ കളിക്കുന്ന കുട്ടിയാണെന്നും പറഞ്ഞിട്ടുണ്ടായിരുന്നു അല്ലെ. അപ്പൊ സണ്ണുമായിട്ടാണ് കണക്ട് ചെയ്തത്. സണ്ണ് സോൺ നദി അല്ലെ. അപ്പൊ സണ്ണ് എന്താണ്? ഉത്ഭവം അമർകണ്ടക് എന്ന് പറയുന്ന ഒരു സണ്ണ്. അമർകണ്ടക് മധ്യപ്രദേശ്. ഉപദ്വീപീയ പീഠഭൂമിയിൽ നിന്നും ഉത്ഭവിക്കുന്ന ഗംഗയുടെ പ്രധാന പോഷക നദിയാണ് പാടലീപുത്രം. അത് നമ്മൾ പറഞ്ഞത് സൂര്യനുമായിട്ട് കണക്ട് ചെയ്തിട്ടാണ് അല്ലെ. സൂര്യൻ, പാടം, സൂര്യൻ അല്ലെ. പാടലീപുത്രം സോൺ നദീതീരത്ത് സ്ഥിതി ചെയ്തിരുന്ന എന്ന് വിശ്വസിക്കുന്നു. ബൻസാഗർ ഡാം സ്ഥിതി ചെയ്യുന്നു. സോൺ നദിയുടെ പ്രധാന പോഷക നദിയാണ് റിഹാന്ദ്. റിഹാന്ദിൽ പണി കഴിപ്പിച്ചിരിക്കുന്ന അണക്കെട്ടാണ് ഗോവിന്ദ വല്ലഭ് പന്ത് ഡാം. നെക്സ്റ്റ് കോസി നദിയാണ്. ബീഹാറിന്റെ ദുഃഖം. ഇന്ത്യയിലെ ഏറ്റവും അപകടകാരിയായിട്ടുള്ള ഒരു നദിയാണ്. ഇന്ത്യയുടെ ദുഃഖം എന്നൊക്കെ അറിയപ്പെടുന്നത് കോസിയാണ്. കോസി നദി. ഓക്കെ, അപ്പോ കൗശിക എന്നറിയപ്പെടുന്നു, കൗശികി എന്നറിയപ്പെടുന്നു പോഷക നദി ആരോണ്. നെക്സ്റ്റ് രാംഗംഗയാണ്. രാമും ഗംഗയും തമ്മിൽ താലി കെട്ടി എന്നൊക്കെ പറഞ്ഞു അല്ലെ. രാമും ഗംഗയും താലി കെട്ടി ജിമ്മിൽ പോയി എന്നൊക്കെ പറഞ്ഞിട്ടുണ്ടായിരുന്നു അല്ലെ. ഉത്ഭവം ദുധതൗലി നിരകളാണ് ഉത്തരാഖണ്ഡിൽ. പോഷക നദികളാണ് ഗഗ ഗഗൻ, ഘാരോ, ആരിൽ, ഗോഹ്. ജിം കോർബറ്റ് ദേശീയോദ്യാനത്തിലൂടെ ഒഴുകുന്ന നദിയാണ് എന്ത്? രാംഗംഗ. ജിമ്മിനൊക്കെ പോകുന്നത് നമ്മുടെ രാമാണെന്ന് പറഞ്ഞിട്ടുണ്ട്. റാമാണ് ജിമ്മിനൊക്കെ പോകുന്നത്. നെക്സ്റ്റ് ലാസ്റ്റ് വൺ ദാമോദർ നദിയാണ്. നമ്മുടെ ബംഗാളി ചെക്കൻ അല്ലേ. അപ്പൊ ബംഗാളിയാണ് ചോട്ടാ ചേട്ടാ എന്നൊക്കെയാണ് വിളിക്കാറ്. എന്തെങ്കിലും ചെയ്ത സോറി എന്ന് പറയും. അതുപോലെ ബാരക്കിലാണ് താമസിക്കുന്നത്. എന്ത് ജോലി, വിവിധ ഉദ്ദേശ ജോലികളൊക്കെ ചെയ്യുന്ന ഒരു വ്യക്തിയാണ്. ഓക്കെ, അപ്പൊ അതിലൊക്കെ സന്തോഷം കണ്ടെത്തുന്ന വ്യക്തിയാണ്. തില്ലാനൊക്കെ പാട്ടൊക്കെ പാടുന്ന വ്യക്തിയാണെന്നൊക്കെ ഒന്ന് ആലോചിക്കുക. അങ്ങനെയാണെങ്കിൽ ദാമോദർ എന്ന് പറഞ്ഞത് ബംഗാളിലെ ദുഃഖം എന്നറിയപ്പെടുന്ന ഛോട്ടാ നാഗ്പൂർ പീഠഭൂമിയിലൂടെ ഒഴുകുന്ന നദിയാണ്. റിവർ ഓഫ് സോറോ എന്നറിയപ്പെടുന്ന നദിയാണ്. പോഷക നദി ബറാക്കറാണ്. ബാരക്ക് എന്നൊക്കെ പറഞ്ഞല്ലേ. ഇന്ത്യയിലെ ആദ്യത്തെ വിവിധോദ്ദേശ നദീജല പദ്ധതി സ്ഥിതി ചെയ്യുന്ന നദിയാണ്. ദാമോദർ നദിയിലെ ഇന്ത്യയിലെ ആദ്യത്തെ വിവിധോദ്ദേശ അണക്കെട്ടാണ് എന്ത്? തില്ലയ്യ. നെക്സ്റ്റ് ലാസ്റ്റ് ഒരു സെപ്പറേറ്റ് പോയിന്റ് പറഞ്ഞത് ലൂണി നദിയുടെയും സരസ്വതി നദിയുടെയും നിക്ഷേപണ പ്രവർത്തനം മൂലം ഉണ്ടായിട്ടുള്ള ഒരു സമതല പ്രദേശമുണ്ട്. അതിന്റെ പേരാണ് മരുസ്ഥലി ബാഗർ പ്രദേശം. രാജസ്ഥാനിലാണ് ആ സ്ഥലം ഉള്ളത്. മരുസ്ഥലി ബാഗർ, രാജസ്ഥാൻ. ഓക്കെ, അപ്പൊ ഇത്രയും കാര്യങ്ങളാണ് ഇന്ന് ഗംഗാ നദിയുടെ പോഷക നദികളെല്ലാം നമ്മൾ കംപ്ലീറ്റ് ചെയ്തിട്ടുണ്ട്. കോഡുകൾ വെച്ചിട്ട് നിങ്ങൾ പഠിക്കുക കേട്ടോ. ഓക്കെ, അപ്പൊ ക്വസ്റ്റ്യൻ ഞാൻ ഗ്രൂപ്പിൽ ഇടുന്നതായിരിക്കും. അപ്പോൾ എന്തായാലും ക്ലാസ് മുഴുവനായിട്ട് കാണാം കേട്ടോ. എന്തെങ്കിലും ഡൗട്ട്സ് ഉണ്ടെങ്കിൽ വാട്സാപ്പിൽ ചോദിക്കുക. ഓക്കെ, അപ്പോൾ ഇന്നത്തെ ക്ലാസ് ഇത്രയേ ഉള്ളൂ. കോഡുകളൊക്കെ ഇഷ്ടപ്പെട്ടിട്ടുണ്ടെങ്കിൽ ഒന്ന് കമൻറ്റ് ചെയ്യണേ. ഓക്കെ, അപ്പോൾ താങ്ക്